നമസ്കാരം. സർവ്വദേശീയ മഹിളാ ദിനത്തിൽ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജാണ് നമ്മൾക്കുള്ളത്. സ്വാഗതം. അപ്പോൾ ഈ വനിതാ ദിനത്തിലും നമ്മുടെ നാട്ടിലെ ഏറ്റവും അടിസ്ഥാന ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരത്തിലാണ്. അപ്പോൾ അങ്ങനെ ആ വിഭാഗത്തെ, ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കിടയിലെ ഏറ്റവും അടിസ്ഥാന വർഗ്ഗ തൊഴിലാളികളെന്ന് വിളിക്കാൻ കഴിയുന്ന ആശാ വർക്കർമാർക്ക് ഈ വനിതാ ദിനത്തിലും സമരം ഇരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ അത് അഡ്രസ്സ് ചെയ്യാത്തത്? നോക്കൂ, ആശാ പ്രവർത്തകരുടെ വിഷയത്തെ ഏറ്റവും അനുഭാവപൂർവ്വം അഡ്രസ്സ് ചെയ്യുന്ന സർക്കാരാണ് ഇന്ത്യയിൽ, കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ. ആശാ പ്രവർത്തകർ, ആശാ സ്കീം കേന്ദ്രം കൊണ്ടുവരുന്നത് 2006-ലാണ്. 2005-2006 സാമ്പത്തിക വർഷമാണ്. ഇത് 2011 മെയ്യിൽ അധികാരത്തിലെത്തിയ UDF സർക്കാർ 2013 മാർച്ചിലാണ് ആവുന്നത്. അന്നും വലിയ സമരങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നടന്നു. 500 രൂപ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു, എൻ്റെ കണക്കുകൾ സഹിതം പറഞ്ഞു. ഓരോ വർഷവും ഒരു വർഷത്തെ ഓണററിയും ഇൻസെൻറ്റീവും ഒക്കെ, അത് ഞാൻ അന്നത്തെ വാർത്താക്കുറിപ്പുകളൊക്കെ ഉദ്ധരിച്ചാണ്. പിന്നീട് നമ്മുടെ ബജറ്റ് എക്സ്പെൻഡിച്ചർ കൂടി കോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഓരോ വർഷം കഴിഞ്ഞിട്ടാണ് മുൻ വർഷത്തെ ഓണററി നൽകിയിരുന്നത്, ഇൻസെൻറ്റീവ്സ് നൽകിയിരുന്നത്. അപ്പോൾ അത് 900 രൂപ വരെയായിട്ട് വർദ്ധിപ്പിച്ചു. അവർ പോകുന്ന സമയത്ത് 1000 രൂപ പ്രഖ്യാപിച്ചിട്ട് പോയി. അപ്പോൾ കഴിഞ്ഞ LDF സർക്കാർ 2016-ൽ 1000 രൂപ കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു രീതിയിലാണെങ്കിൽ 100 രൂപ വീതം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 1800 രൂപ അല്ലെങ്കിൽ 1900 രൂപ ഓണററി വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല ഇടതുപക്ഷ സർക്കാർ ചെയ്തത്. അവിടെയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വ്യത്യസ്തമാകുന്നത്. ആദ്യം ചോദിച്ച ചോദ്യത്തിന് മതിയോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. എന്ന് മാത്രമല്ല, ഈ സ്കീം തുടങ്ങിയ സമയത്ത് 2 മണിക്കൂർ നേരമുള്ള ഒരു വോളണ്ടിയർ പ്രവർത്തനം എന്നുള്ള നിലയിലായിരുന്നുവെങ്കിൽ പിന്നീട് നമ്മുടെ തന്നെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും അവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ജോലി ഭാരമുണ്ട്. അപ്പോൾ അത് കണക്കിലെടുത്താൽ ഈ പറയുന്ന ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ കേന്ദ്രം വിഭാവനം ചെയ്ത ആ പണം മതിയോ എന്ന അടിസ്ഥാന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് ആ ചോദ്യത്തെയാണല്ലോ നമ്മൾ അഡ്രസ്സ് ചെയ്തത്. അതായത് ഇപ്പോൾ ഈ അതിൽ തന്നെ ഓണറേറിയം 1000 രൂപയിൽ നിന്ന് 7000 രൂപയാക്കി ഈ കാലഘട്ടത്തിൽ സർക്കാർ ഉയർത്തി. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇനി ഉയർത്തണം എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ ആശമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ഞാൻ ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രി, പുതിയ മന്ത്രി ചുമതലയേറ്റപ്പോൾ, കഴിഞ്ഞ ആരോഗ്യമന്ത്രിയോട് ഈ കാര്യം അഭ്യർത്ഥിച്ചിരുന്നു. പുതിയ മന്ത്രി ചുമതലയേറ്റെടുത്തപ്പോൾ ഞാൻ ഡൽഹിയിൽ പോയി. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാമത്തേത് ആശയുടെ വിഷയമായിരുന്നു. ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ 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 പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓഫീസേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് മാറ്റിയിട്ട് ഉയർത്തിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അല്ല ശരി, ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ ക്ലെയിം ഞങ്ങൾ 7000 രൂപ ഓണറേറിയം കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ. കേന്ദ്രം കൊടുക്കുന്നത് ഫിക്സഡ് ഇൻസെൻറ്റീവാണ്. അത് വർദ്ധിപ്പിക്കണമെന്ന് ന്യായമായും ആവശ്യപ്പെടാം, അതിൽ തെറ്റില്ല. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനം ഉയർന്ന ജീവിത ചെലവുള്ള സംസ്ഥാനം എന്ന് മാത്രമല്ല ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഫോക്കസ് ഉള്ള സംസ്ഥാനം. അപ്പോൾ ആ സംസ്ഥാനം ഇപ്പോൾ കൊടുക്കുന്ന 7000 കൊടുത്താൽ മതിയോ? സംസ്ഥാനത്തിന്റെ കോർട്ടിലുള്ള പന്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. 7000 മാത്രമല്ല സംസ്ഥാനം കൊടുക്കുന്നത്. അതായത് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രത്തോട് പറയുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ ഷെയർ കൂടിയുണ്ട്. അത് 60-40 അനുപാതം. 60% കേന്ദ്ര സർക്കാർ കൊടുക്കും, 40% സംസ്ഥാന സർക്കാർ കൊടുക്കും. അതായത് ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് 3000-ആണ്. 2000, 1000, 3000 രൂപയാണ്. ആ ഫിക്സ്ഡ് ഇൻസെൻറ്റീവിൽ തന്നെ 1800 രൂപ കേന്ദ്ര സർക്കാരും 1200 രൂപ സംസ്ഥാന സർക്കാരും. ഇപ്പം ജനുവരിയിലെ ഒരു ഡേറ്റ് നമ്മൾ പരിശോധിച്ചാൽ, ഞാൻ ഈ പറയുന്നത് ആശമാർക്ക് കൂട്ടിക്കൊടുക്കരുത് എന്നുള്ള നിലപാടല്ല സർക്കാരിന്. പക്ഷേ സംസ്ഥാനം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് വ്യാപകമായിട്ട് പ്രചരണം നടക്കുന്നുണ്ട്. 7000 രൂപ പോലും കിട്ടുന്നില്ല, 7000 രൂപയെ കൊടുക്കുന്നുള്ളൂ എന്ന മട്ടിലുള്ള വലിയ പ്രചരണങ്ങൾ നടന്നിരുന്നു ആദ്യഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതായത് ഫിക്സഡ് ഇൻസെൻറ്റീവിൽ 40% സംസ്ഥാന സർക്കാർ. പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ 89.9% ആശമാർക്ക് ഇപ്പോൾ ജനുവരിയിൽ നമ്മൾ കണക്ക് നോക്കിയാൽ 13,000 രൂപയ്ക്ക് 10,000-നും 13,000 ഇടയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് വേതനം ലഭിച്ചിട്ടുണ്ട്. 13,000 രൂപ ഒരു ആശ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുമ്പോൾ അതിൽ 9,400 രൂപയും സ്റ്റേറ്റ് കൊടുക്കുന്നതാണ്. അത് 7000 പ്ലസ് ഇൻസെൻറ്റീവിൻ്റെ ഷെയറും കൂടി കൊടുക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യം കേരളത്തിലെ ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷ സർക്കാർ എന്നുള്ള നിലയിൽ മിനിമം കൂലിക്ക് സമാനമായ തുക ഈ ആരോഗ്യ പ്രവർത്തകർക്ക് കിട്ടുന്നത് ഉറപ്പാക്കൽ ഒരു നയത്തിന്റെ പ്രശ്നമല്ല. ഇല്ല, CI2 ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ അവർക്കത് സമരം നടത്താനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ടല്ലോ. ഓൾ ഇന്ത്യ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ 500 രൂപ കിട്ടുന്ന സംസ്ഥാനങ്ങളുണ്ട്, 1000 രൂപ കിട്ടുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ 5000 രൂപയാണ്. അത് ഉയർത്തി.
ഇല്ല, ഉയർത്തിയിട്ടില്ല. ഏപ്രിൽ 1 മുതൽ പുതിയ ഇല്ല, അത് ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായിരുന്നു മറ്റൊരു തെറ്റായ പ്രചരണം. അല്ല, ഇതിപ്പോൾ നമ്മൾ അന്നത്തെ വാർത്തകളൊക്കെ പരിശോധിച്ചാൽ കേരളത്തിൽ നടന്നതുപോലെ തന്നെ ആശമാർ കർണാടകയിൽ സമരം നടത്തി, മുഖ്യമന്ത്രി പ്രതിനിധി അയച്ചു. അന്ന് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് അടുത്ത ഏപ്രിൽ 1 തീയതി മുതൽ ആശമാരുടെ ആനുകൂല്യം 10,000 രൂപ ഉയർത്തുമെന്നാണ്. അനൗൺസ് ചെയ്ത് അപ്പോഴും കേരളത്തിൽ അതിൽ കൂടുതലാണ്. അതായത് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പുകളോ അദ്ദേഹം പറഞ്ഞതായിട്ട് മീഡിയ റിപ്പോർട്ട് ചെയ്തത് ഓണറേറിയവും ഇൻസെന്റീവ്സും കൂടെ പരമാവധി 10,000 രൂപ തരും, അല്ലെങ്കിൽ 10,000 രൂപയിൽ കുറയാത്ത ഒരു തുക, 10,000 രൂപ എൻഷുർ ചെയ്യും. ഓൾറെഡി കർണാടക ഗവൺമെന്റ് 5,000 രൂപ ഓണറേറിയം കൊടുക്കുന്നുണ്ട്, കൂടാതെ സെൻട്രൽ ഇൻസെന്റീവും. അപ്പോൾ ഓൾറെഡി തന്നെ അത് എനിക്ക് തോന്നുന്നു 10,000 അടുത്തുണ്ടാകാം. അതായത് എല്ലാവർക്കും അത് ലഭിക്കണമെന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ കർണാടകയുടെ മുഖ്യമന്ത്രി അവരുടെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ആശമാർക്ക് 10,000 കിട്ടത്തക്ക രീതിയിലേക്ക് അത് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ അത് ആ നിലയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞത്. കേരളത്തിൽ ഇപ്പോൾ അതിൽ കൂടുതൽ ലഭിക്കുന്നുണ്ട്, 14,000 രൂപ ലഭിക്കുന്ന ആശമാരുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ പറയട്ടെ, ഇത് പറയുമ്പോൾ ഇത് ഉയർത്തരുത് എന്നൊരു നിലപാടല്ല സർക്കാരിനുള്ളത്. ഇപ്പോ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഓണറേറിയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 7,000 എന്ന് പറയുന്ന ഓണറേറിയം പോലും ഫിക്സ്ഡ് അല്ല, അത് വേരിയബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനുശേഷം ജനുവരിയിലൊക്കെ അവർക്ക് കിട്ടിയപ്പോൾ അതിനൊരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ച് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അത് ആശമാരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, മറ്റു പല സംസ്ഥാനങ്ങളും എടുക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് പോലും നമ്മൾ ഈ ആശമാരുടെ കാര്യത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമല്ലേ? അവര് പലരും ഇൻഷുറൻസിന്റെ പരീക്ഷയിൽ ഉൾപ്പെട്ടിരുന്നില്ല. 2-2.5 വർഷം മുൻപ് ഈ വിഷയം ഞാൻ ടേക്കപ്പ് ചെയ്തു. അതായത് ആശമാരെ ആരോഗ്യ പരിരക്ഷയിൽ കൊണ്ടുവരണം. എന്താണ് മാർഗം? സംസ്ഥാന സർക്കാരിനുള്ളത് കാസ്പാണ്, ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞു ആശമാരെ അതിൽ ഉൾപ്പെടുത്തണം. പശ്ചിമ ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ചു, പശ്ചിമ ബംഗാളിന്റെ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. അവരെല്ലാം ഈ ആശമാർക്ക് മാത്രമല്ല അംഗൻവാടി വർക്കേഴ്സ് ഉണ്ടാക്കും, ആ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒറ്റത്തവണ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നു. ഹരിയാന 2 ലക്ഷം രൂപയുടെ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നു. ഇതെല്ലാം വേണം. അതായത് കേരളത്തിലും പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിനപ്പുറം, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കണം കൊടുക്കാതിരിക്കണം, അല്ലെങ്കിൽ കൊടുക്കരുത് എന്നുള്ളൊരു നിലപാട് സംസ്ഥാന സർക്കാരിന് ഇല്ലല്ലോ. സംസ്ഥാന സർക്കാർ പറയുന്നത് ഇവർക്ക് ഇനിയും കൂട്ടി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. ആ നിലപാട് തന്നെയാണ് എടുത്ത് മുന്നോട്ട് പോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇടതുപക്ഷ സർക്കാർ എന്നുള്ള നിലയിൽ അത് ഇപ്പോൾ പ്രഖ്യാപിച്ച് ഈ ആശമാരുടെ സമരത്തെ അതിൽ ആശാപ്രവർത്തകരെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ദേശീയ തലത്തിൽ തന്നെ നേരത്തെ ചോദിച്ചല്ലോ, CIT ഉയർത്തുന്ന വിഷയം പോലെ തന്നെ ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഇവർക്ക് ഗ്രാറ്റുവിറ്റി ബാധകമാകണമെങ്കിലും ഇവർക്ക് തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഇവർ ഉൾപ്പെടേണ്ടതായിട്ടുമുണ്ട്. ഇവർക്ക് വാസ്തവത്തിൽ ഒരു നിയമനമില്ല. ഇവർ ഒരു പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഓഫീസറും ചേർന്നിരുന്ന് ആണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവർ സ്ട്രക്ചേർഡായിട്ട് അവരുടെ ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞാൽ, അവരുടേത് വോളണ്ടിയർ സേവനം അടയാളപ്പെടുത്തുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവർക്ക് ഭാഗികമായി ജോലി ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല 1230 പേർ, നമുക്ക് 799 പേർ നമ്മളുടെ ജനപ്രതിനിധികളാണ്. അതിൽ 113 പേർ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരുമാണ്. അവരൊക്കെ മാറി നിൽക്കുകയാണ്. ഇനി അവർക്ക് ചോയ്സ് കൊടുത്തിരുന്നു, നിങ്ങൾക്ക് ഒന്നുകിൽ പ്രസിഡന്റ് സ്ഥാനോ വൈസ് പ്രസിഡന്റ് സ്ഥാനോ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാം. പക്ഷേ അപ്പോൾ അവർ ചിലർ ഓപ്റ്റ് ചെയ്തു, അത് ചൂസ് ചെയ്തു. എന്നാൽ ചിലർ അങ്ങനെ വേണ്ട, മെമ്പർമാരായിട്ട് തുടരാമെന്ന് പറഞ്ഞു അവർ ആശമാരായിട്ട് കൂടി പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ മറ്റ് ക്ലിനിക്കുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പല ദന്തൽ ക്ലിനിക്കുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇവരെ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞല്ലോ, ഒരു സർക്കാർ പറഞ്ഞു അടുത്ത 11 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവർ പറയുകയാണ്. അടുത്ത ഒരു റിട്ടയർ ചെയ്യുമ്പോൾ എന്തെന്നുള്ളത് അവരെ ഇപ്പോഴേ മതിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. ഇത് മാത്രം ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ഇടതുപക്ഷ സർക്കാരാണല്ലോ. മറ്റു പല സംസ്ഥാനങ്ങളും ഇതേ മാനദണ്ഡങ്ങൾ നിൽക്കെ ഇവർ വോളണ്ടിയേഴ്സായി തുടരെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് പ്രഖ്യാപിച്ചു. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച പശ്ചിമ ബംഗാളിന്റെയും ഹരിയാനയുടെയും ഏറ്റവും ഒടുവിൽ ആന്ധ്രാപ്രദേശിന്റെയും ഉദാഹരണം. എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? അഭിലാഷേ, 30-40 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു സ്കീം കേരളം പ്രഖ്യാപിച്ചാൽ മതിയോ? ആശമാരെ അങ്ങനെ പറ്റിച്ചാൽ മതിയോ? അല്ല, കൊടുക്കണം എന്നാണല്ലോ. ആ നിലപാട് സംസ്ഥാന സർക്കാരിന് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താണ് ഇവിടുത്തെ വിഷയം? ഇവിടുത്തെ വിഷയം ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിക്കുകയാണ്, അടുത്ത് 30 വർഷം പൂർത്തിയാക്കുന്നവർക്ക് ഞങ്ങൾ 5-10 ലക്ഷം രൂപ തരും. 30 വർഷം എന്താണ് പൂർത്തിയാക്കുക? കേന്ദ്രം പ്രഖ്യാപിച്ചിട്ട് 2026-ൽ 20 വർഷമേ ആവുള്ളൂ. അടുത്ത 10 വർഷം കൂടെ ഈ പറയുന്ന സർക്കാർ എന്താണ് ഇവിടെ ആശാ സ്കീം തുടങ്ങിയത്? 2006-ൽ തന്നെ തുടങ്ങിയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ.
അപ്പോൾ അടുത്തൊരു 10 വർഷം കഴിഞ്ഞ് കൊടുക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ച് പാവപ്പെട്ട ആശമാരുടെ കണ്ണിൽ പൊടിയിടേണ്ട ആവശ്യമില്ല. പ്രശ്നം ഒന്ന്, ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആളുകളുടെ ആവശ്യം ഒന്ന് ഓണറേറിയത്തിന്റെ വർധന, മിനിമം കൂലിക്ക് സമാനമായ വിധത്തിലുള്ള വർധനവ്, 2 വിരമിക്കൽ ആനുകൂല്യം, ഗ്രാറ്റുവിറ്റി അടക്കമുള്ള കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് CITU വിവിധ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നത്. പീപ്പിൾസ് ഡെമോക്രസി ഇക്കാര്യത്തിൽ CITUവിന്റെ സമരത്തെക്കുറിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഭിലാഷ്, ഈ വിഷയം ആശമാരുടെ സംഘടനകൾ എന്നോട് ഉന്നയിച്ചിട്ടുണ്ട്, സർക്കാരിന്റെ മുന്നിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, മിനിറ്റ്സ് ഉണ്ട്. ഇതിലൊന്നും നിങ്ങൾക്ക് തരില്ല എന്നൊരു നിലപാട് സംസ്ഥാന സർക്കാരിനില്ല. എന്താണ് നമ്മുടെ നിലപാട്? ഉറപ്പ് കൊടുത്ത് സമരം അവസാനിപ്പിക്കണ്ടേ? അല്ല, അതിൽ ഈ ഇപ്പോ സമരം ചെയ്ത് ഇപ്പൊ അവിടെ സമരം ചെയ്യുന്നവർ 26,125 ആശമാരുണ്ട്. അതിൽ 25,600 പേരും ഫീൽഡിലുണ്ട്. പക്ഷേ ഈ അന്ന് എൻ്റെ അടുത്ത് വന്ന ഈ പറയുന്ന സംഘടനയുടെ SUCയുടെ സംഘടനയാണല്ലോ അവിടെ സമരം ചെയ്യുന്നത്. അതിൽ ശ്രീ സദാനന്ദൻ എന്ന് പറയുന്ന അദ്ദേഹം പ്രസിഡന്റും, ബിന്ദു എന്ന് പറയുന്ന ശ്രീമതി ബിന്ദു സെക്രട്ടറിയുമാണ്. ബാക്കി 2 ആശം, ഇവർ രണ്ടുപേരും 2 ആശമാരും കൂടിയാണ് എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നത്. ഞാൻ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളും അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സംസ്ഥാന സർക്കാരിന് ഇതിലൊരു എതിർ നിലപാടില്ല, ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. നിങ്ങൾ ഗ്രാറ്റുവിറ്റി കൊടുക്കത്തില്ല എന്നൊരു വിഷയം ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഈ വിഷയങ്ങൾ നമ്മൾ പരിഗണിക്കാം എന്ന് പറയുകയും അതിൽ പരിഗണിക്കുമ്പോൾ ആശമാരെ 10 വർഷം കഴിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ പ്രഖ്യാപിച്ച് പോവല്ല കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ, അതായത് ഞങ്ങളുടെ സർക്കാർ ഭരണം അവസാനിപ്പിക്കുമ്പോഴേക്ക് ആശമാരുടെ സോഷ്യൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഓണറേറിയം ആവട്ടെ, വിരമിക്കൽ ആനുകൂല്യമാവട്ടെ, ഗ്രാറ്റുവിറ്റി ആവട്ടെ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏറ്റവും ജെനുവിനായ ഗ്യാരണ്ടീഡായ ഇൻകം അവർക്ക് കിട്ടുന്ന വിധത്തിലുള്ള നിലപാടെടുക്കുമെന്ന് പറയാൻ പറ്റും. 2012-13 UDF സർക്കാരിന്റെ കാലത്തിൽ 0.11 ആണ്. എല്ലാം ശരിയാക്കാനാണ് LDF വന്നത്. അതുകൊണ്ടാണ് 1800 എന്നുള്ള നിലയിൽ പോകാതെ അത് ഉയർത്തിയത്. ഇനി ഉയർത്തണം എന്നാണെന്നേ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗത്തിന് മറുപടിയായി പറഞ്ഞ ഒരു കാര്യം, സിക്കിം 10,000 രൂപ കൊടുക്കുന്നില്ല എന്ന് മിനിസ്റ്റർ പറഞ്ഞു. അവരുമായി നടത്തിയ കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞു. പക്ഷെ നോക്കൂ, സിക്കിമിൽ 2022 മുതൽ കൊടുക്കുന്നതായ ഉത്തരവ് ഇപ്പൊ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഉത്തരവ് എന്റെ കയ്യിലും ഉണ്ട്. അല്ല, അതായത് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി പറഞ്ഞതിന് മറുപടിയായിട്ടല്ല ഞാൻ സിക്കിമിനെ കുറിച്ച് പറഞ്ഞത്. സിക്കിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും പേര് വായിക്കുമ്പോൾ അവിടെ സിക്കിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ പങ്കുവച്ചു. സംശയമുണ്ടെങ്കിൽ നിയമസഭാ TVയുടെ വെബ്സൈറ്റിൽ ഇത് കിടക്കുമല്ലേ. പറഞ്ഞു. പക്ഷേ ഒരു പത്രം കൊടുത്തത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് കൊടുത്തത്. അതിനുശേഷം ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കാം. ഇത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. ഒരു ഉത്തരത്തിൽ 10,000 എന്ന് 6,000 രൂപ എന്ന് എഴുതിയിട്ട് സ്റ്റേറ്റ് ഡിക്ലെയർസ് 10,000, അതായത് 10,000 ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇങ്ങനെയാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞത്. ഒരു ഉത്തരത്തിൽ 10,000 രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ട് സ്റ്റേറ്റ് മിഷനോട് ഞാൻ ഇത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞു. സ്റ്റേറ്റ് മിഷൻ വെരിഫൈ ചെയ്തിട്ട് അവരുടെ സ്റ്റേറ്റിനോട് ചോദിച്ചിട്ട്, അവിടുത്തെ കറസ്പോണ്ടിങ് ഓഫീസറോട് ചോദിച്ചിട്ട് അവരയച്ചു കൊടുത്ത ഉത്തരവാണ് എനിക്ക് നൽകിയത്. ആ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് തെറ്റാണെങ്കിൽ, ഞാൻ നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യമാണല്ലോ, നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യം പുറത്ത് പോയി ഒരു ചാനലിരുന്നല്ല പറയേണ്ടത്. നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യം ചോദ്യം ചെയ്യാൻ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗമുണ്ട്. ഞാൻ ആ മാർഗം തേടാൻ ആയിട്ട് ആവശ്യപ്പെടുകയാണ്. ആ മാർഗം തേടട്ടെ. നിയമസഭയുടെ മുന്നിലല്ലേ ഞാൻ ഉത്തരവാദിത്തോടെ പറഞ്ഞത്. അപ്പോൾ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാലോ, കൊടുക്കട്ടെ. വെല്ലുവിളിക്കാണോ? തീർച്ചയായിട്ടും അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ ഞാൻ വെല്ലുവിളിക്കും. സഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഞാൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് 100% ഉറപ്പുള്ള കാര്യമാണ്. 100% ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അഭിലാഷ്, നമ്പർ 21 HNFW നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവാണ്, ഒരു നോട്ടിഫിക്കേഷൻ, ഒരു വിജ്ഞാപനമാണ്. ഒരു വിജ്ഞാപനം ഇത്തരത്തിൽ, അതൊരു പഴകിയ കടലാസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 10/10/2022. ആരെങ്കിലും ഇതിപ്പോൾ ഒരു ഫോർജ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ സിക്കിം ഗവൺമെന്റ് അല്ല, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവിടുത്തെ സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്റർ ഈ ഉത്തരവ് നമുക്ക് അയച്ചു തന്നെ? എന്തിനാണ്? ആകെ 726 ആശാ വർക്കേഴ്സ് അവിടെ ഉള്ളൂ. 676 എത്രേ ഉള്ളൂ. അത് മാത്രമല്ല, NHM അവർക്ക് കൊടുക്കുന്ന റേഷ്യോ എത്രയാണെന്ന് അറിയാം? 90-10 ആണ്. നമുക്ക് 60-40 ആണ്. അപ്പോൾ സിക്കിമിനും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനും ഈ കോൺഗ്രസ് 3000 മറ്റോ 4000 കൊടുക്കുന്ന ഹിമാചൽ പ്രദേശിലും 90-10 ആണ്. ഉത്തരാഖണ്ഡിലും 90-10 ആണ്. അപ്പോൾ ഈ മറ്റൊരു സ്റ്റേറ്റിൻ്റേത് എനിക്ക് വിഷയമല്ല.
നമ്മളത് പറയാനായിട്ട് പാടില്ല എന്നാണ് എൻ്റെ പക്ഷം. നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞ കാര്യം വളരെ കൃത്യമാണോ വ്യക്തമാണോ വളരെ ഇപ്പോഴും ഉറച്ചു കൃത്യമാണ്. നിൽക്കാണ്? ഉറപ്പായിട്ടും അതിൽ ഉറച്ചു നിൽക്കും. സിക്കിം 6000 കൊടുക്കുന്നുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ സഭയിൽ ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത്. ആ ഡോക്യുമെന്റ്സ് ഏത് രീതിയിൽ കിട്ടിയതാണ് എന്നുള്ളതും ഞാൻ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവെന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിൽ ആ നിയമസഭാ പ്രസംഗത്തിന് ശേഷം പിന്നെ വെരിഫൈ ചെയ്തു വീണ്ടും ഒന്നുകൂടി ഒരു ക്രോസ് ചെക്കിംഗ് നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അവർ ആ 6000 തന്നെ ഉറച്ചു നിൽക്കും. അതല്ല, ഞാൻ സ്റ്റേറ്റ് മിഷനോടാണല്ലോ ചെയ്യുന്നത്. ഞാൻ സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്ററോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അവർക്ക് ആ ഉത്തരവേ ഇറങ്ങിയിട്ടുള്ളൂ. സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ ഉള്ളത് പറച്ചിലിൽ മാത്രമേ ഉള്ളൂ എന്നാണ് കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രതിനിധി ഇന്നലെ വിമർശിച്ചത്. ഇതും സൃഷ്ടിയാണല്ലോ. ഇങ്ങനെയുള്ള സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകളോട് ഞാൻ എന്ത് പ്രതികരിക്കാനാണ്? അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, ഇത് CPM സംബന്ധിച്ചിടത്തോളം ഇതിൽ നല്ല നിലപാടുണ്ട്, കൃത്യമായ നിലപാടുണ്ട്. അതിൽ നമ്മൾ കാണണം, അടുത്തൊരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇത് വലിയ രീതിയിൽ വർധനവുണ്ടാകും. അതിന്റെ പ്രവർത്തനം പാർട്ടി താഴെത്തട്ടിൽ ചെയ്യുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അഭിലാഷ്.